നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തുകയായിരുന്നു. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വനത്തിലെ പാറക്കൂട്ടത്തിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു പ്രതികൾ. എരുമപ്പെട്ടി പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 ഗ്രാം സ്വർണ്ണത്തിന് 395 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. പവന് 3160 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,600 രൂപയും പവന് 1,16,800 രൂപയുമായി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണത്തിനുണ്ടായ വിലക്കയറ്റമാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. സംസ്ഥാനത്ത് വെള്ളിവിലയും വർദ്ധിച്ചു. 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയും 10 ഗ്രാമിന് 2,550 രൂപയുമാണ് വില. പാലക്കാട് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ എരിശ്ശേരിപ്പാലം പടിയത്ത് അറപ്പപ്പുറത്ത് ബിനാസിന്റെ മകൻ റൈഹാനാണ് മരിച്ചത്. പാലക്കാട് കോട്ടായിയിലെ സ്വകാര്യ റിസോർട്ടിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കളിക്കുന്നതിനിടെ റൈഹാൻ കാൽ വഴുതി നീന്തൽ കുളത്തിൽ വീഴുകയായിരുന്നു. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴഞ്ഞി പെരുന്തുരുത്തി സെന്ററിൽ യുവാക്കൾക്ക് നേരെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പെരുന്തുരുത്തി സ്വദേശികളായ ശ്രീജിത്ത്, മിഥുൻ കൃഷ്ണ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുന്തുരുത്തി സെന്ററിൽ ബൈക്കിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന നിസാമിനും അലിക്കും അരികിലെത്തിയ പ്രതികൾ സ്കൂട്ടറിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ഇത് വാക്കുതർക്കത്തിൽ കലാശിക്കുകയുമായിരുന്നു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AV സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി, ഷാഫി കല്ലുങ്കൽ, ഇടവേള. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി സദ്ഭാവന ദിന സന്ദേശം നൽകി. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞുണ്ണി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ PP ബോബൻ, തോമസ് ചിറമേൽ, പ്രിയ സുനിൽ, MV ജോസ് എന്നിവർ സംസാരിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കോലഴി പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യവും തെരുവുനായ ശല്യവും മൂലം കർഷകർ ദുരിതത്തിൽ. കിഴക്കേ ചേലപ്പാടം പാടശേഖരത്തിൽ അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യം മൂലം കർഷകർ കൃഷി ഇറക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിലാണ്.
കഴിഞ്ഞ ദിവസം പുതുക്കുളങ്ങര പ്രമോദ്, സേവ്യർ ചിരിയങ്കണ്ടത്ത് എന്നിവരുടെ 13 ഏക്കർ നെൽകൃഷിക്കായി ഞാറ് തയ്യാറാക്കുന്നതിനായി വിത്ത് വിതച്ചിരുന്നു. ഇത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. കാട്ടുപന്നി തെരുവുനായ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന് കിഴക്കേ ചേലപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് സേവ്യർ ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറി ജോസ് കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PR രാജൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം ഷാജു കോമ്പാറക്കാരൻ, പറപ്പൂക്കര പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന സലീഷ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കണമെന്നും പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെമ്മന്തിട്ട വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം MA പ്രകാശൻ അധ്യക്ഷനായി. മിറാഷ്, അനൂപ് ഷാഫി എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ അധ്യക്ഷനായി. KSKTU പഞ്ചായത്ത് സെക്രട്ടറി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം സുജീഷ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ എറവ് പരക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറി K. രാഗേഷ് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ ലോക്കൽ സെക്രട്ടറി ഗോപിദാസൻ, മണലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK ശശിധരൻ, KR ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാർ നയത്തിനെതിരെ കുണ്ടന്നൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ CPM പ്രതിഷേധ സമരം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി M. നന്ദീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM സജി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. സതീഷ് കുമാർ, KT രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി തകർക്കുന്ന സംസ്ഥാന സർക്കാർ നയത്തിനെതിരെ കടങ്ങോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് മുൻപിൽ CPM നടത്തിയ സമരം ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ UV ഗിരീഷ്, ലോക്കൽ സെക്രട്ടറി CH ലാഷ്, PA ഉണ്ണികൃഷ്ണൻ, CV സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. പഴമയുടെ തനിമയ്ക്കൊപ്പം പുതുമയുടെ ട്രെൻഡുകളും ചേർത്താണ് ജെൻ സി തലമുറയുടെ ഓണാഘോഷം. ഓണത്തെ സ്വന്തം സ്റ്റൈലിൽ ആഘോഷിക്കുകയാണ് പുതുതലമുറ. പഴമയുടെ തനിമയ്ക്കൊപ്പം പുതുമയും ട്രെൻഡുകളും ചേർത്താണ് യുവതലമുറയുടെ ഓണാഘോഷം. സ്വന്തം സ്റ്റൈലിൽ ഓണാഘോഷത്തെ വരവേൽക്കുകയാണ് യുവതലമുറ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. കസവുസാരിക്കും മുണ്ടിനുമൊപ്പം ട്രെൻഡി ആക്സസറികൾ, പരമ്പരാഗത പൂക്കളത്തിനൊപ്പം ക്രിയേറ്റീവ് ഡിസൈനുകൾ, ഓണസദ്യക്കൊപ്പം പുതിയ ഫുഡ് കോമ്പിനേഷനുകൾ, റെഡിമെയ്ഡ് പൂക്കളം, അങ്ങനെ നീളുന്നു ജെൻസി ഓണാഘോഷം. എന്നാൽ പഴയ രീതികൾ താല്പര്യപ്പെടുന്നവരും യുവതലമുറയിലുണ്ട്. എനിക്ക് കൂടുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. ഞാൻ കൂടുതലും പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിക്കണ പോലെ എനിക്ക് ട്രെൻഡ് അത്ര താല്പര്യമില്ല. ഇഷ്ടമാണ്, എന്നാലും ഞാൻ കൂടുതൽ പണ്ടത്തെ പോലെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനത്തെ. പൂക്കൾ കൊണ്ട് പരമ്പരാഗത ഡിസൈനുകൾ ഒരുക്കുന്നതിനൊപ്പം സിനിമ, കാർട്ടൂൺ കഥാപാത്രങ്ങളും ട്രെൻഡിംഗ് തീമുകളും വരെ പൂക്കളത്തിൽ ഇടം പിടിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിൽ പൂക്കളം ഒരുക്കാൻ ആവശ്യമായ സമയവും അധ്വാനവും ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടെത്താനാകുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് സാധാരണ പൂക്കളം ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു ഫ്ലാറ്റിലേക്കാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഡെയിലി പൂക്കളിടാൻ പറ്റുമോ?
എളുപ്പമുള്ള കാര്യം 10 മണിക്ക് ഒരു സ്ഥാപനം തുറക്കണോ, സ്റ്റാഫുകൾ 9 മണിക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഓഫീസേഴ്സ് 9 മണിക്ക് 9:30 ഒന്നും പൂക്കളില്ല. ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്കും പണി കുറവുണ്ട്, ഞങ്ങൾക്ക് സെയിൽ നടക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും ഇപ്പൊ ജെൻസി കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പൂക്കി കാലഘട്ടമാണ്. പൂക്കളം പൂക്കിയായിട്ടുണ്ട്, അതിനൊരു കുറവ് വേണ്ട. ജെൻസിയുടെ ഒപ്പം നമ്മൾ പോവാ. നമ്മൾ പണ്ട് മാവേലിനെ ചവിട്ടി തടി കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ അത്തപ്പൂക്കളത്തിന് മാവേലിനെ കെട്ടി തൂക്കി മുകളിലേക്ക് കയറ്റി. അതാരെങ്കിലും കണ്ടായിരുന്നോ? എല്ലാം പൂക്കിയമായാണ്. അപ്പൊ അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മുമ്പോട്ട് വെച്ച കാലൊന്നും പിന്നോട്ട് വെക്കാൻ പറ്റില്ല. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഓണത്തിന്റെ പുതിയ ഫാഷൻ ട്രെൻഡുകളും സജീവമാണ്. യുവാക്കളുടെ വസ്ത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള തെയ്യക്കോലങ്ങളും കഥകളി പോലുള്ള മറ്റ് കലാരൂപങ്ങളുടെ പ്രിന്റുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം സ്പെഷ്യൽ റീലുകൾ, ഫോട്ടോഷൂട്ടുകൾ എന്നിവയും തകൃതിയായി നടക്കുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോസ്റ്റ്യൂം മെയിനായിട്ട്, അതുപോലെ പോലത്തെ ഡ്രസ് ഇട്ടിട്ട് റീൽ ഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ. അതായത് ഓണത്തിൻ്റെതായ സോങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വൈബ് പിടിച്ചിട്ടുള്ള, പിന്നെ ഈ പണ്ട് മുതലേ കേട്ടുള്ള ഈ പഴമക്കാര് പണ്ടുള്ള ഓണം അങ്ങനത്തെ ഓണം ഇപ്പില്ല. ഒരുപതി പറഞ്ഞ പോലെ വൈബ് ഓണാണ് ഇപ്പോ. കേരള സാരിക്കും ഇത്തവണ പുതിയ ഭാവമാണ്. കസവിന്റെ പരമ്പരാഗത സൗന്ദര്യത്തിനൊപ്പം പുത്തൻ കലാരൂപങ്ങളും ഡിസൈനുകളും കേരള സാരിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ടിഷ്യൂവില് നമ്മള് ഇപ്പോഴത്തെ ഫാൻസി മോഡല് കരകളും കളറുകളും, അതുപോലെ പ്രിന്റ്, നല്ല പ്രിന്റ് നോക്കും. എന്താ വെച്ചാൽ ഈ കലാപരമായിട്ടുള്ള പ്രിന്റുകൾ, കഥകളി, അതുപോലെ ഈ വലിയ മുണ്ടാണിയുള്ളത്, മൺകോട്ട, ഇങ്ങനത്തെ എല്ലാ വെറൈറ്റിയും ഇപ്പോൾ കുട്ടികൾ എടുക്കും. ആഘോഷം വീട്ടുമുറ്റത്ത് മാത്രം ഒതുങ്ങുന്നില്ലെന്നും ഡിജിറ്റൽ ലോകത്തും ഓണം ആഘോഷിക്കുന്നുണ്ടെന്നാണ് ഹാരിസ് പറയുന്നത്. ഫാമിലിയായിട്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും ആൾക്കാർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രെൻഡുകൾക്കൊപ്പം പാരമ്പര്യത്തിനും യുവതലമുറ പ്രാധാന്യം നൽകി വരുന്നു. കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷവും വീട്ടിലെ ഓണസദ്യയും പൂക്കളവും ഓണപ്പാട്ടുകളുമെല്ലാം പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് യുവതലമുറയായ ജെൻസി. കാലം മാറി, ഓണത്തിന്റെ ആഘോഷ രീതികളും മാറി. പാരമ്പര്യത്തിന്റെ തനിമയും യുവതലമുറയുടെ പുതിയ ട്രെൻഡുകളും കൂട്ടിയിണക്കിയാണ് ജെൻസിയുടെ ഓണാഘോഷം. പഴമയെ ചേർത്ത് പിടിച്ച് യുവതലമുറയെ കൂട്ടുപിടിച്ച് ഈ ഓണാഘോഷവും നമുക്ക് വരവേൽക്കാം. ക്യാമറമാൻ റോയിയോടൊപ്പം ആവണി കെ സുരേഷ്, TC. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുതിയ ഓണപ്പാട്ട് ശ്രാവണ പുലരി പുറത്തിറങ്ങി. വടക്കേക്കാട് സ്വദേശിയായ അമിത്രജിത്ത് രചന നിർവഹിച്ച ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കിയത് രാജേഷ് ശ്രീധരാണ്. യൂട്യൂബ് ചാനലായ അക്ഷര കൗതുകം വഴിയാണ് ശ്രാവണ പുലരി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഒരു കാലത്ത് നന്മയുടെ അടയാളമായി അറിയപ്പെട്ടിരുന്ന തുമ്പപ്പൂ ചെടിയെ വംശനാശം സംഭവിക്കാതെ സംരക്ഷിച്ചിരിക്കുകയാണ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ കുട്ടികൾ. ഓണക്കാലത്ത് പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ സ്കൂളിന്റെ നടുമുറ്റത്ത് തുമ്പച്ചെടികൾ നട്ടുവളർത്തിയത്. പാടത്തും തൊടികളിലും പോയി ശേഖരിച്ചു കൊണ്ടുവന്ന ചെടികളാണ് വിദ്യാർത്ഥികൾ നട്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പാട്ടിനെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന കാഴ്ചപരിമിതിയുള്ള ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു കൂട്ടം കലാകാരന്മാർ ഗുരുവായൂരിൽ ഒരുമിക്കുന്നു. ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സയ്ക്ക് കൈത്താങ്ങാകാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. വടക്കാഞ്ചേരി സ്വദേശിനിയും ആകാശവാണി ദൂരദർശൻ കലാകാരിയുമായ ലൈല ഷാജിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് പ്രതീക്ഷയേകിയാണ് സർഗധ്വനി മെഗാ ഷോ സംഘടിപ്പിക്കുന്നത്. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 4-ന് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യ രക്ഷാധികാരി കൃഷ്ണദാസ് തമ്പാൻ, പ്രസിഡന്റ് ലൈല ഷാജു, പ്രോഗ്രാം കമ്മിറ്റി പ്രസിഡന്റ് സുബിത മഞ്ജു, സെക്രട്ടറി രാധ സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ലൊക്കാലിറ്റിയിലെ തൈക്കാടുമാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വി ഡി പ്രേമപ്രസാദ്, ആർ എ അബ്ദുൾ ഹക്കീം, ആനി ജോസ്, പി ജി സുബിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പതിയാരത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പതിയാരം പള്ളിക്ക് സമീപം മുരിങ്ങാത്തേരി ജോസിന്റെ വീട്ടുവളപ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും സിവിൽ സർവീസ് പരിശീലന പ്രവർത്തനങ്ങളും വിലയിരുത്തി സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന് അന്തർ സംസ്ഥാന തലത്തിൽ ആദരം. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാക്സ്വെൽ ജീവകാരുണ്യ സംഘടനയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പെരിയനായ്ക്കൻ പാളയത്ത് നടന്ന ചടങ്ങിൽ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിനുവേണ്ടി മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മനോജ് ദത്തൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്കുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണെന്ന് സ്വാമി വിവേകാനന്ദന്റെ ആശയം മുൻനിർത്തി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും രാജ്യത്തിന് മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വളർത്തിയെടുക്കാനും ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാണിജ്യം. വേൾപൂൾ ബ്രാൻഡിന്റെ പുതിയ മോഡൽ റെഫ്രിജറേറ്റർ ചാലക്കുടി വേണൂസ് ഷോറൂമിൽ ലോഞ്ച് ചെയ്തു. സൈഡ് ബൈ സൈഡ് സെഗ്മെന്റിലെ ആദ്യ 4 ഡോർ മോഡലായ ലക്ഷറിം ചാലക്കുടി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ ലോഞ്ച് ചെയ്തു. 645 ലിറ്റർ മുതൽ 654 ലിറ്റർ വരെ കപ്പാസിറ്റിയും 6th സെൻസ് AI ടെക്നോളജിയും 360 ഡിഗ്രി ട്രിപ്പിൾ കൂളിംഗ് സിസ്റ്റവും ഈ മോഡലിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഷ്നസ് ഡിറ്റക്ഷൻ ടെക്നോളജിയോട് കൂടിയായാണ് ലക്ഷറിം സെഗ്മെന്റിന്റെ വരവ്. ചാലക്കുടി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ്, എക്സിക്യൂട്ടീവ് പാർട്ണർ ശ്രീരാഗ് KV, ജനറൽ മാനേജർ സുനിൽകുമാർ, വേൾപൂൾ BM രാകേഷ്, RMM ജയപ്രകാശ്, ASM വിപിൻ, RT നിസീദ് തുടങ്ങിയവർ സംസാരിച്ചു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ സേവനത്തെക്കുറിച്ച് MD KV ആനന്ദ് വിവരിച്ചു. 37 വർഷം പിന്നിട്ടപ്പോ ഈ ഓണക്കാലത്ത് വേണൂസ് ഒരുപാട് ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഹാപ്പി ആക്കാമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഓരോ സ്ക്രാച്ച് കാർഡ് കൊടുക്കും. ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 37 പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു മാസം നല്ലൊരു സെയിൽ നടക്കുന്നത് എല്ലാവരും അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളേവരെയും ഞാൻ വേണൂസ് ഡിജിറ്റൽ ആർക്കിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേണൂസിന്റെ സ്റ്റോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓണക്കാലം അതിഗംഭീരമായിട്ട് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു ആഘോഷ വേളയായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഞാൻ ഒരു ഓണാശംസ നേരുന്നു. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യമുള്ള തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ OP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അശ്വിനി ഹോസ്പിറ്റലിന്റെ 3ാം നിലയിൽ അത്യാധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയ ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ വിഭാഗം IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള അശ്വിനി ആശുപത്രിയുടെ നവീകരിച്ച ന്യൂറോ സ്പൈൻ വിഭാഗം ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ന്യൂറോ ICU, ന്യൂറോ പേഷ്യൻസ് വിഭാഗം, അഡ്മിഷൻ എന്നിവയോടൊപ്പം OP വിഭാഗവും ഒരേ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് രോഗികൾക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ഡോക്ടർ ബേബി തോമസ് പറഞ്ഞു. അശ്വിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ ഡയറക്ടർ VG സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, AC പ്രേമാനന്ദൻ, സീനിയർ യൂറോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ AC വേലായുധൻ, ന്യൂറോ ആൻഡ് സ്പൈൻ സർജൻ ഡോക്ടർ ആൽഫ്രഡ് മൈക്കിൾ, ന്യൂറോളജിസ്റ്റുമാരായ ഡോക്ടർ സുധർ ശ്രീകുമാർ, ഡോക്ടർ രഘുനാഥ്, ജനറൽ മാനേജർ PK രാജു, ഓപ്പറേഷൻസ് മാനേജർ VP പ്രജേഷ്, മറ്റു ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. സ്വയം വിമർശനം.
പുലിക്കളിക്കെതിരെ നടൻ VK ശ്രീരാമൻ നടത്തിയ വിവാദ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ശ്രീരാമൻ മാപ്പ് പറയണമെന്ന പുലിക്കളി സംഘങ്ങൾ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി VK ശ്രീരാമൻ. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. ഒറ്റപ്പാലം സ്വദേശി നസീർ, ഇയാളുടെ മകൻ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 3160 രൂപ വർദ്ധിച്ച് 1,16,800 രൂപയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ.